ഹലോ, ഇന്നിപ്പോൾ വന്നേക്കുന്നത് നമ്മുടെ കോപ്പറേറ്റീവ് ലോയുടെ ഭാഗത്തുനിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കോപ്പറേറ്റീവ് സിലബസ് പ്രകാരം കോപ്പറേറ്റീവ് ലോയുടെ ഭാഗത്തു നിന്ന് നമുക്ക് 15 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് വരുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ലോ ഫുള്ള് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വൈഡർ ഏരിയ ആണ് എങ്കിലും ഫുള്ള് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ 15 മാർക്ക് എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നോക്കാം. ഫസ്റ്റ് വൺ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത് ഹെഡിങ്സുകളാണ്. അതിൻ്റെയൊക്കെ സെക്ഷൻസിൻ്റെയും റൂൾസിൻ്റെയും ഡെഫിനേഷൻസിൻ്റെയും ഫോംസ് വരുന്നതുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള ഹെഡിങ്സുകളാണ് ആദ്യമായിട്ട് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത്. എങ്ങനെ പോയാലും സെക്ഷൻസ് നമ്മൾ റൂൾസിൽ നിന്നും ഒരു സെക്ഷനോ അല്ലെങ്കിൽ അതിൻ്റെ പ്രതിപാദിപ്പിക്കുന്ന കാര്യങ്ങളോ പറഞ്ഞിട്ട് ഇന്ന സെക്ഷൻ ഏതാണ് എന്നുള്ള ക്വസ്റ്റ്യൻ വരാറുണ്ട്. അപ്പോൾ അതെന്തായാലും ഇമ്പോർട്ടൻ്റ് ആയിട്ടും പഠിക്കുക. ദെൻ അടുത്ത് പറഞ്ഞ ടോപ്പിക്കുകളാണ് എലക്ഷൻ, രജിസ്ട്രേഷൻ, ലിക്വിഡേഷൻ, ഡിസ്പ്യൂട്ട്. ഈ 4 ഏരിയാസിൽ നിന്നും ഷോർട്ടായിട്ട് ക്വസ്റ്റ്യൻസ് കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഇപ്പോൾ എലക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ എലക്ഷൻ്റെ പ്രൊസീജിയേഴ്സ് മാത്രമല്ല അത് റിലേറ്റ് ചെയ്ത് വരുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചിരിക്കേണ്ടതാണ്. അതേപോലെ തന്നെയാണ് രജിസ്ട്രേഷൻ്റെ കാര്യത്തിലും ലിക്വിഡേഷൻ്റെ കാര്യത്തിലും ഡിസ്പ്യൂട്ടിൻ്റെ കാര്യത്തിലും. ദെൻ അടുത്ത് പറഞ്ഞ ടോപ്പിക്കാണ് മെജോറിറ്റീസ്. നമ്മളിപ്പോൾ ഒരു തീരുമാനം എടുക്കുമ്പോൾ എത്ര മെജോറിറ്റി വേണം, സിമ്പിൾ മെജോറിറ്റി ആണോ അല്ലെങ്കിൽ വേണ്ടത്, അല്ലെങ്കിൽ അതിൽ 2/3 മെജോറിറ്റി ആണോ എന്നൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് കൃത്യമായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം. ദെൻ അടുത്തതാണ് ഫീസ് ആൻഡ് ഫൈൻസ് ടു ബി പെയ്ഡ്. അപ്പോൾ നമ്മൾ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ഒരു ഫീസ്, നമുക്കൊരു ഡിസ്പ്യൂട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു അപ്പീൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഫീസ്, ഇങ്ങനെ പല ഫീസുകളുടെ കാര്യങ്ങൾ നമ്മൾ ഈ സെക്ഷൻസിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ ആ ഫീസും നമ്മൾ കറക്റ്റായിട്ട് പഠിച്ചിരിക്കുക. ദെൻ അടുത്തത് ടൈം പീരീഡുകൾ. ഒരു കാര്യം ചെയ്ത് തീർക്കേണ്ട ടൈം പീരീഡ്സ് എന്തൊക്കെയാണെന്നൊക്കെ പറയുന്നുണ്ട്, അത് പറയാം. ദെൻ ഡിസ്പോസൽ ഓഫ് നെറ്റ് പ്രോഫിറ്റും അതും കൃത്യമായിട്ട് പഠിച്ചിരിക്കുക. ദെൻ മാനേജ്മെൻറ്റ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത് ജനറൽ ബോഡി, ആനുവൽ ജനറൽ ബോഡി, ഈ കാര്യങ്ങളാണ്. അപ്പോൾ